जाता था। एक दिन यीशु से बोलता है कि मैं कुछ दिन में बाढ़ आने वाली है और 40 दिन तक बरसात होगी, इसलिए तुम एक बड़ी कश्ती बनाओ, उसमें अपने बच्चों को रखो। फिर वो बहुत दिन तक एक कश्ती बनाता है और फिर लोग आके बोलते हैं, देखो नोआ पागल हो चुका है, कोई बारिश नहीं आएगी। तभी नोआ बोलता है, आप लोग भी मेरे साथ कश्ती के अंदर चलिए ताकि आप लोग भी सुरक्षित रहिए। उसके बाद वो लोग उसका मजाक उड़ाते हैं। कुछ दिन के बाद भगवान उससे फिर से बोलते हैं कि अब तुम इसके अंदर बहुत सारे जानवर डालो। उसके बाद नोआ उसमें 2 शेर, 2 कठमल, 2 चींटी, 2 मकड़ी, 2 पक्षी, 2 हाथी और बहुत सारे जानवर रखते हैं। फिर हर दिन लोग आके उसका मजाक उड़ाते रहते हैं और नोआ बस उनको इतना बोलता कि आप अंदर आ जाइए। एक दिन फिर होया क्या कि भगवान ने कश्ती का दरवाज़ा बंद कर दिया और जो लोग हैं वो उनके ऊपर बूंदों की बरसात होने लग गई। धीरे धीरे बारिश में बस थोड़ा ही समय हुआ था और बहुत ज़्यादा जगह पानी से घिर गया। 1 हफ्ते निकले, 2 हफ्ते निकले। अब नोआ ने देखा कि हर जहाँ भी देखो उधर पानी है। उसने एक पक्षी को एक जगह भेजा, फिर वो गया। 2 दिन तक वो उधर ही इंतजार करा, फिर वो पक्षी फिर से आ गया। उससे नोआ ने बोला शायद से उधर उसको घोंसला ढूंढने के लिए कोई जगह नहीं मिला होगा। 2 दिन के बाद वो फिर से उसी पक्षी को भेजते हैं, लेकिन इस बार वो आता नहीं है। तभी देखते हैं कि जमीन आ गई है और तभी वो उतर के देखते हैं कि सामने इंद्रधनुष है और भगवान बोलते हैं कि अब अगली बार से मैं कभी भी इतना खतरनाक बारिश नहीं लाऊंगा। थैंक यू। നല്ലവരും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനുമായ യോസഫ് എന്നൊരു മന്ത്രി. അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലമല്ലായിരുന്നു. പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അത് ഇറക്കിയൊരു ശീലൻ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരിക്കുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു. അന്ന് ഒരുക്കനാളായിരുന്നു. ശബത്ത് ആരംഭിച്ചു. ഗലീലയിൽ നിന്ന് അവരോടുകൂടെ 3 സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി. സുഗന്ധ വർഗവും പരിമള തൈലവും ഒരുക്കി. കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായി. എല്ലാവരും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നതുമായ യോസഫ് എന്നൊരു മന്ത്രി. സാധാരണ നമ്മള് വളരെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയേണ്ടത് യഹൂദ പട്ടണക്കാരനായ യോസഫ് എന്ന മന്ത്രി എന്നാണ്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ലവരും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നതായ ആ വിശേഷങ്ങളാണ് യോസഫിന് ഇവിടെ സംഗീതക്കാരൻ സുവിശേഷകൻ എഴുത്തുകാരൻ കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ യോസഫിന്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് നല്ലവനായിരുന്നു, നീതിമാനായിരുന്നു, ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനായ. പിന്നീടാണ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ സ്ഥാനം, ഔദ്യോഗിക സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് യോസഫ് ഒരു മന്ത്രിയായിരുന്നു. പിന്നെ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രത്യേക കാര്യം എന്ന് പറയുന്നത് അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലായിരുന്നു. അപ്പോൾ ഈ യഹൂദ മതാനുസാരിയായ യഹൂദിയ പട്ടണക്കാരനായ യോസഫ് അല്ലെങ്കിൽ യഹൂദ പട്ടണക്കാരനായ അരിമത്തി എന്ന ഗ്രാമത്തിൽ വസിക്കുന്ന ജോസഫ്, ഒരു മന്ത്രിയുടെ സ്ഥാനത്ത് ഇരുന്ന ജോസഫ്
നീതിമാനും നല്ലവരും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നതുമായ ജോസഫ് അവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലം നൽകുന്നു. പറഞ്ഞാൽ യഹൂദന്മാരുടെ നേതാക്കന്മാരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലം നൽകുന്നു. അതായത് കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ നേരെ കുറ്റം കൊടുക്കുന്ന, അവനെ കൊന്നുകളയാനായിട്ട് ആലോചിക്കുന്നവരുടെ പ്രവൃത്തികൾക്ക് അനുകൂലമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. എന്നാൽ അദ്ദേഹം നല്ലവരും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവരായിരുന്നു. അദ്ദേഹം ഒരു മന്ത്രിയുമായിരുന്നു. അങ്ങനെയുള്ള ഈ ജോസഫ് അദ്ദേഹം പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റിക്വസ്റ്റ് നടത്തുന്ന ഒരു കാര്യമാണ് വിളിച്ചിരിക്കുന്നത്. അത് നിസ്സാര കാര്യമൊന്നുമല്ല. പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് രണ്ട് കാര്യമുണ്ട്. ഒന്ന് പിലാത്തോസിന്റെ അടുക്കൽ ചെന്നു, രണ്ട് യേശുവിന്റെ ശരീരം. പിലാത്തോസിന്റെ അടുക്കൽ ചെല്ലുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവൻ ഒരു മന്ത്രിയാണെന്ന് പറഞ്ഞാലും അവിടുത്തെ ഭരണാധികാരിയായ പിലാത്തോസിന്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് യഹൂദന്മാരുടെ പ്രധാനിമാരൊക്കെയും പിലാത്തോസിനെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അവരുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. അവര് അവിടെ നിന്ന് പുറത്തു വന്നിട്ട് അവരെ കാണും, അവരോട് സംസാരിക്കും, അവരുടെ ആവലാപനം. എന്നാൽ ഇവിടെ ഈ അരിമത്യക്കാരനായ ജോസഫ്, യഹൂദ്യ പട്ടണക്കാരനായ ജോസഫ് പിലാത്തോസിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നു. അവനെ പിലാത്തോസ് അടുക്കൽ പിടിച്ചു എന്ന് മാനിക്കാം. പിലാത്തോസിന്റെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഈ മന്ത്രിയായ ജോസഫിന് പ്രവേശനം ഉണ്ടായിരുന്നു, ചെല്ലുവാനുള്ള യോഗ്യതയുണ്ടായിരുന്നു, പെർമിഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് പിലാത്തോസിന്റെ ഇത്ര വലിയ ഒരു സാമ്രാജ്യത്തിന്റെ ഗവർണറായിരിക്കുന്ന പിലാത്തോസിന്റെ ഇടയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് അരിമത്യക്കാരനായ ജോസഫ് സാധിക്കുവാനായിട്ടുള്ള പ്രധാന കാരണം മന്ത്രിയായിരുന്നതാണ്. തന്നെയുമല്ല, പിലാത്തോസിനോട് നല്ല അടുത്ത പരിചയം ഉള്ള, അല്ലെങ്കിൽ അവിടെ ചെല്ലുവാൻ തക്ക യോഗ്യതയുള്ള സ്ഥാനമാനമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ അരിമത്യക്കാരനായ ജോസഫ്. രണ്ടാമത് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത് അവർ ചെന്നു പറ്റി, രണ്ടാമത് യേശുവിന്റെ ശരീരം ചോദിച്ചു. അത് നിസ്സാര കാര്യമുള്ള കാര്യം. യേശുവിനെ ക്രൂശിച്ചത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യഹൂദന്മാരുടെ മതനിന്ദയ്ക്ക് നിന്നെ ആരോപിച്ചാണ് യേശുക്രിസ്തുവിനെ യഹൂദന്മാരുടെ കുറ്റം ചുമത്തി ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ ശരീരം ചോദിച്ചുകൊണ്ടാണ് ഈ അരിമത്യക്കാരനായ ജോസഫ്, അതായത് ഒരു മന്ത്രിയായ ജോസഫ്, യഹൂദന്മാരുടെ ഇടയിൽ പ്രധാന അല്ലെങ്കിൽ ഇത്ര പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായ ജോസഫ് നടത്തിയെന്ന് യേശുവിന്റെ ശരീരം ചോദിക്കുന്നത് എന്ന് നമുക്ക് കഴിയും. അവിടെ മറ്റുള്ള ചില ഭാഗങ്ങൾ നമുക്ക് ഓടാൻ കഴിയും. ഈ ജോസഫ് എന്ന പിലാത്തോസിനോട് യേശുവിന്റെ ശരീരം ചോദിക്കുമ്പോൾ അത് മരിച്ചുപോയോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാനാണ് നമുക്ക് കാണാൻ കഴിയും. ജോസഫിനോട് പറയണം, ഈ വ്യക്തിയെ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ട് എന്നുള്ള അർത്ഥത്തില് സദാനവിനെ വിളിച്ചിട്ട് കൺഫേം ചെയ്തുകൊണ്ട് സദാനവൻ വിളിക്കുകയാണ് മരിച്ചുപോയത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഉള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയതിനു ശേഷം ഉടനെ തന്നെ ഈ യേശുവിന്റെ ശരീരം പിലാത്തോസ് ഈ അരിമത്യക്കാരൻ ജോസഫിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു. അപ്പോൾ കർത്താവേശുവിന്റെ മരണശേഷം പിന്നെയുള്ള കാര്യങ്ങൾക്ക് വളരെ സ്പീഡപ്പായാണ് നടന്നത്. ഈ അരിമത്യക്കാരനായ ജോസഫ്, മന്ത്രിയായ ജോസഫ്, ദൈവരാജ്യം കാത്തിരിക്കുന്ന ജോസഫ് എന്ന് ഈ പിലാത്തോസിനോട് ശരീരം ചോദിച്ചു. പിലാത്തോസ് കർത്താവേശു മരിച്ചതിന്റെ കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഈ ശരീരം ജോസഫിന് കൊടുക്കുന്നു. ജോസഫ് അത് ഇറക്കിച്ച് ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്ന ഒരിക്കലും ആരെയും വെച്ചിട്ട് നടക്കാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു.
വളരെ തകൃതിയായിട്ട് കാര്യങ്ങൾ നടന്നു. അന്ന് ഒരുക്കനാളായിരുന്നു, ശബത്തും ആരംഭിച്ചു. കാരണം ഇത്രയും സ്പീഡപ്പായിട്ട് കാര്യം നടക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത് അടുത്ത ദിവസം ശബത്താണ്. അതിനുമുമ്പായിട്ട് യഹൂദന്മാർക്ക് ഒരുങ്ങുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയും പെട്ടെന്ന് ചെയ്തിട്ട് അവർക്ക് ഒരുക്കം തുടങ്ങണം. പിറ്റേ ദിവസം ശബത്താണ്, ഒരു പണിയും പറ്റത്തില്ല. അങ്ങനെ ഈ ശരീരം ജോസഫ് മേടിച്ച് പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആരും അടക്കാത്ത പുതുതായിട്ട് അല്ലെങ്കിൽ ഒരു പാറയിൽ വെട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. ആ ദിവസം കഴിയാറായി. ശബത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. അവർക്കെല്ലാം ശബത്ത് ആചരിക്കാൻ വേണ്ടി ഒരുക്കം തുടങ്ങി. അടുത്ത ദിവസം ശബത്താണ്. അതോടൊപ്പം തന്നെ ഗലീലയിലുള്ള ഈ കർത്താവിനോട് അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഗലീലയിൽ നിന്ന് വന്ന സ്ത്രീകളുണ്ടായിരുന്നു. അവരും ഈ കർത്താവിനെ അടക്കുന്ന സ്ഥലത്തേക്ക് പോയി അവനെ വെച്ച കല്ലറയും ആ സ്ഥലവും കണ്ട് അവര് മടങ്ങി പോകുന്നു. അവര് മടങ്ങി പോകുന്നതിന് ശേഷം അവര് ചെന്ന് സുഗന്ധ വർഗവും പരിമള തൈലവും ഒരുക്കി. കാര്യം ഒരുക്കണാളാണ്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വളരെ തകൃതിയായിട്ട് നടന്നു. ഈ ഇതിൽ നിന്ന് കടന്നു വന്ന സ്ത്രീകളും അവരും ചെന്ന് ഈ കർത്താവിനെ അടക്കിയ കല്ലറകൾ കണ്ടിട്ട് സ്ഥലവും കണ്ടിട്ട് തിരിച്ചു പോകുന്ന അവരും ഒരുക്കി. ഇതിനു വേണ്ടിയാണ് ഒരുങ്ങിയത്. സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി അവരെ കാത്തിരുന്നു. കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. ഇവരൊരുങ്ങിയത് അല്ലെങ്കിൽ അവരൊരുങ്ങിയത് യഹൂദന്മാരുടെ ആചാരപ്രകാരം കർത്താവിന്റെ അടക്കിന് ശേഷം അവിടെ പോയി ഈ സുന്ദരവർഗങ്ങളുടെ പൂശണം, അല്ലെങ്കിൽ ആ കല്ലറയിൽ വെക്കണം. അതിനുവേണ്ടിയാണ് അവരൊരുങ്ങിയത്. അവരെ സുഗന്ധത്തിലുള്ള സുഗന്ധ വർഗവും പരിമളത്തോട് ഒരുക്കി അവരിങ്ങനെ കാത്തെടുത്തു. ആ നിയമപ്രകാരം കൽപ്പന അനുസരിച്ച് അവർ ശബത്ത് ആചരിച്ചുകൊണ്ടാണ് ശബത്തിനകത്ത് സ്വസ്ഥമായിരുന്നു. ഇവിടെ നാം കാണുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. വളരെ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. കുരിശ സമയത്ത് അവനെ കുരിശിലാണ്, അവനെ മരിച്ച സമയത്ത് അവനെ കുരിശിലാണ് തറച്ചത്. 2 കള്ളന്മാരുടെ മധ്യത്തിലാണ് അവനെ തറച്ചത്. അവനെ ആ കൊടുത്ത സ്ഥലം എന്ന് പറയുന്നത് കള്ളന്മാർക്കും കവർച്ചക്കാർക്കും കൊടുക്കുന്ന ഒരു സ്ഥാനത്താണ്. എന്നാൽ അവന്റെ മരണശേഷം കാര്യങ്ങളൊക്കെ മാറി. അവന് ലഭിച്ച ആ കല്ലറ എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ ഒരു കല്ലറയാണ്. അവിടെ അവനെ അടക്കിയിരിക്കുന്നത് പാറയിൽ വെട്ടിയ ഒരു ആരും അടക്കിയിട്ടില്ലാത്ത, ആരും ഉപയോഗിക്കാത്ത ഒരു കല്ലറയിലാണ് അവന് അടക്കം ലഭിച്ചത്. തന്നെയുമല്ല, യഹൂദന്മാരുടെ ആചാരപ്രകാരമുള്ള സകല സംസ്കാര ശുശ്രൂഷകളും ലഭിച്ചതിന് ശേഷം അവനെ അടക്കിയത്. കാരണം അവനെ അടക്കിയ അല്ലെങ്കിൽ അവനെ അടക്കാൻ മുമ്പേ ആളെന്ന് പറയുന്നത് അവിടുത്തെ മന്ത്രിയായിരുന്നു, വ്യക്തിയായിരുന്നു. അത് തന്നെയുമല്ല, അവനോട് കൂടെ വന്ന സ്ത്രീകൾ കർത്താവിന്റെ അടക്കത്തിന് ശേഷം വീണ്ടും കടന്നു പോയിട്ട് അവർ വിഴുങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ വിഴുങ്ങിയാണ്. പല പ്രത്യേക വിലപിടിപ്പുള്ള സുഗന്ധവർഗ്ഗങ്ങളും പരിമള തൈലമൊക്കെ ശേഖരിച്ച് അവർ വിഴുങ്ങിയിരിക്കുകയാണ്. കാരണം ശബത്തൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കല്ലറയിൽ പോയി അവര് ലേഖനങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ് അവർ ഒരുങ്ങിയിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും കർത്താവിന്റെ മരണത്തിലാണ് കള്ളന്മാരോട് കുറച്ചുകാരണ്ടെങ്കിൽ അവൻ മരിച്ചത് തന്നെ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ അവരുടെ അടക്കത്തിൽ അവന് സമ്പന്മാരോട് കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സമ്പന്നന്മാർക്ക് കൂടിയുള്ള ഒരു അടക്കമാണ്. എങ്ങനെ സമ്പന്നന്മാർക്ക് ലഭിക്കുന്നു? കാര്യം ഇന്നത്തെ കാലത്ത് കല്ലറയിലൊക്കെ അടക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവായ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു ഇങ്ങനെ യൂണിവേഴ്സിറ്റിയും
സ്പീച്ചറായി നടക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിന് ഒരു കല്ലാറ ലഭിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാരും തന്നെയുമല്ല, യഹൂദന്മാരുടെ അപ്രീതി ലഭിച്ചിട്ട് അവനെ ക്രൂശിച്ച് മതത്തിൽ നിന്ന് നിമിത്തി ക്രൂശിച്ച ക്രിസ്തുവിന് കല്ലാറ ലഭിക്കുക എന്നുള്ളത് ഒരു ഈസിയായിട്ടുള്ള കാര്യമല്ല. ഇവിടെ ഏറ്റവും ഉന്നതമായ ഒരു കല്ലറ അവന് ലഭിക്കുകയും അവിടെ അടക്കപ്പെടുകയും അവിടെ അവന് സമസംസ്കാരം ലഭിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പഴയ ജീവിതത്തിലെ ആ പ്രവചനങ്ങളെയും പൂർത്തീകരിച്ചുകൊണ്ട് അവിടെയും അവൻ മരിച്ചപ്പോൾ ദരിദ്രന്മാരോട് കള്ളന്മാരോട് അടക്കത്തില് അവന്റെ സമ്പന്മാരോട് കൂടി ആയിത്തീരുവാനായിട്ട് ഇടയായിരുന്നു. അതിനുശേഷം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കടന്നു പോകുന്നതായിട്ട് നമ്മൾ ഏത് സമയം കൂടെ ഞങ്ങൾ നിർത്തുകയാണ്. ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഇതിനുശേഷം ഇവിടെ പിലാത്തോസിന്റെ അടുക്കൽ കടന്നു ചെന്നത് ജോസഫ് എന്ന മന്ത്രിയാണെങ്കിൽ, ഇതിനുശേഷം യഹൂദന്മാരുടെ നേതാക്കന്മാരും പിലാത്തോസിന്റെ അടുക്കൽ കടന്നു ചെന്നായിട്ട് പോകാൻ കഴിയും. കാര്യം ഈ ക്രിസ്തുവിനെ കുരിശിച്ചു കഴിഞ്ഞ് അവരെ അടക്കി അവരുടെ ഉള്ളിൽ ഇങ്ങനെ വലിയ പിടിച്ചിട്ട് യഹൂദ പ്രമാണിമാര് അവര് പിലാത്തോസിന്റെ അടുക്കൽ നിന്നിട്ട് പറയുകയാണ്, ഈ ഇവൻ ജീവിച്ചിരുന്ന സമയത്ത് പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഈ ശിഷ്യന്മാര് ഇവന്റെ കല്ലറ കുറിച്ച് തുറന്ന് അവനെ ആ ശരീരം എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ വേണ്ടിയുള്ള പ്രൊഫഷൻ വേണം, അല്ലെങ്കിൽ റോമ സാമ്രാജ്യം ഇടപെടണം എന്നുള്ള ഒരു ആവശ്യമായിട്ടാണ് അവർ പക്ഷേ അവരെ കാണുന്നതെങ്കിൽ പിലാത്തോസ് അവരോട് പറയുന്നത് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എത്ര പട്ടാളത്തെ വേണമെങ്കിലും തരാം, നിങ്ങള് പോയി നിങ്ങൾക്കാവുമ്പോൾ അത് ഉറപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് എത്ര പട്ടാളത്തെ വേണമെങ്കിലും തരാം, റോമ പട്ടാളത്തെ എത്ര വേണമെങ്കിലും തരാം, പക്ഷേ റോമ പട്ടാളത്തിന് ഉറപ്പുകൊണ്ട് കൊടുക്കുന്നില്ല, നിങ്ങൾ പോയി എത്ര വേണമെങ്കിലും ഉറപ്പ് വരുത്തിക്കോളും എന്നാണ് അവിടെ പറയുവാനായിട്ട് കാരണം. ഈ സംഭവമൊക്കെയും നടക്കുമ്പോൾ കർത്താവ് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അത് നടക്കേണ്ടതാണ്. അത് ആര് തടഞ്ഞാലും നടക്കും. പിലാത്തോസിന് പക്ഷെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായി, അദ്ദേഹത്തിന് ഒരു പക്ഷേ ഉരുവിടി ഉണ്ടായി കാണും. റോമ സാമ്രാജ്യത്തിന്റെ മുദ്ര പോലും പൊട്ടിച്ച് കടന്നു വരുവാനും പുറത്തു വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് യഹൂദന്മാരോട് പറയാൻ നിങ്ങളോടൊപ്പം നിങ്ങൾ പോയി ഉറപ്പിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തും വഴി പറയുന്നതായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ചരിത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ വലിയ സാമ്രാജ്യത്തിന്റെ മുദ്രയുള്ള യഹൂദന്മാരുടെ സർവ്വ അധികാരങ്ങളും ശക്തിയും പ്രയോഗിച്ച് ഉറപ്പിച്ച കല്ലറ തുറന്ന് കർത്താവ് മൂന്നാം നാളെ പുറത്തു വയ്ക്കുകയും ശിഷ്യന്മാർക്കും ജനങ്ങൾക്കും വിശ്വമായിട്ടുള്ള നമ്മളൊക്കെയാണ് ഈ നമ്മൾ ഇനിയും നടത്താൻ പോകുന്ന ആ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. പ്രത്യേകമായിട്ടും ജോസഫിന്റെ ആ ഒരു കാര്യം എടുത്തു പറയുവാനായിട്ട് കാരണം അദ്ദേഹം നീതിമാനും ദൈവരാജ്യത്തെ സമീപിച്ചിരിക്കുന്നതുമായ ജോസഫ് അവൻ അതിനൊന്നും വ്യത്യസ്തത്തിലേക്കും കടന്നു വന്നിട്ടില്ല. ക്രിസ്തുവിന്റെ ആ കൂട്ടത്തിലൊന്നും അവൻ ചെന്നില്ല. എന്നാൽ പിന്നീടുള്ള ആ വലിയ ഒരു ശുശ്രൂഷയിൽ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം ലഭിക്കുകയും ആ യോസഫിന് മുഖാന്തരം അല്ലെങ്കിൽ ജോസഫിൽ കൂടി ഏറ്റവും ഉന്നതമായ ഒരു സംസ്കാര ശുശ്രൂഷ ലഭിക്കുകയും അത് സ്വർണ്ണം ലഭിക്കുകയും ബൈബിളിൽ എഴുതപ്പെടുവാനും ജോസഫിന്റെ അനുവദിക്കാനും ജോസഫിന്റെ നീതിമാനായ ജോസഫിന്റെ കാര്യം സുവിശേഷങ്ങൾ പ്രഘോഷിക്കുന്നവരെല്ലാം പ്രഘോഷിക്കുവാനും ഇടയായിട്ടുള്ള ഒരു നല്ല സംഭവത്തെ ഓർമ്മയിലെത്തിയും അത് ഓർമ്മിച്ചുകൊണ്ട് അടുത്ത